നിലമ്പൂരിൽ കവർച്ചയ്ക്കിടെ യുവതി വിഴുങ്ങിയ സ്വർണമാല പുറത്തു വരുന്നതും കാത്തുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാത്തിരിപ്പ് അവസാനിച്ചു. പക്ഷേ തൊണ്ടി ലഭിച്ചില്ല. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചുകൊണ്ട് ബാത്റൂമിൽ പുറത്തു വന്ന തൊണ്ടി മുതൽ ക്ലോസറ്റിലേക്ക് ഈ യുവതി ഒഴുക്കിക്കളഞ്ഞു. ഇതിന് പിന്നാലെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പ്രതിയെ റിമാൻഡ് ചെയ്തു. മഞ്ചേരിയിലെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ കുഞ്ഞിന്റെ സ്വർണമാലയാണ് 35-കാരി സെമീന വിഴുങ്ങുന്നത്. ഇതിന് പിന്നാലെ സെമീനയെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നു. പക്ഷേ ഈ മാല പുറത്തു വരാൻ വയറിളക്കാനുള്ള മരുന്ന് നൽകിയതിനു ശേഷവും ഫലമുണ്ടായില്ല. ഇതിനുശേഷമാണ് നിലമ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് കാത്തിരിപ്പ് തുടരുന്നത്. പക്ഷേ ഫലമൊന്നും ഉണ്ടായില്ല. ഇതിനുശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. അപ്പോഴും സ്ഥിതി സമാനമായ രീതിയിൽ തന്നെ. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഈ ശ്രമം തുടരുന്നു. ഒടുവിൽ ഇന്നലെയാണ് ഈ മാല പുറത്തു വരുന്നത്. പക്ഷേ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ഈ മാല ക്ലോസറ്റിലേക്ക് ഒഴുക്കിക്കളയുന്നു. നാല് ദിവസമായുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു നീക്കമാണ് ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. പ്രതിയെ മഞ്ചേരി ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും തൊണ്ടിമുതലിനെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ് ബാക്കിയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം പി. സോമകൃഷ്ണ, റിപ്പോർട്ടർ, മലപ്പുറം.